എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിലെ വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എന്താണ് ഗുഡ് വിൽ? ഗുഡ് വിൽ ഈസ് ദ റെപ്യൂട്ടേഷൻ. മേന്മയാണ്, മെച്ചമാണ്, സൽപ്പേരാണ് ഗുഡ് വിൽ. സൂപ്പർ സ്റ്റാറുകൾക്ക് മറ്റുള്ള നടന്മാരെ അപേക്ഷിച്ച് മെച്ചമുണ്ട്, മേന്മയുണ്ട്, റെപ്യൂട്ടേഷനുണ്ട്, ഗുഡ് വില്ലുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് റെപ്യൂട്ടേഷനുള്ള ഗുഡ് വില്ലുള്ള കുട്ടികളുണ്ട്. ബിസിനസ് മേഖലയിലും ചില ഫേമുകൾക്ക് മറ്റുള്ള ഫേമുകളെ അപേക്ഷിച്ച് മെച്ചമുണ്ടാകും, റെപ്യൂട്ടേഷൻ ഉണ്ടാവും. സൂപ്പർ സ്റ്റാറുകൾ മറ്റുള്ള നടന്മാരിൽ നിന്നും അവരുടെ അഭിനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെച്ചപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടി മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മാർക്കിൻ്റെയും ക്ലാസ്സിലെ പെർഫോമൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് മെച്ചപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ ഒരു ഫേം മറ്റൊരു ഫേമിനേക്കാളും മെച്ചപ്പെട്ട് നിൽക്കുക അതിൻ്റെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. മറ്റുള്ള ഫേമുകളുണ്ടാക്കുന്ന ലാഭത്തേക്കാൾ കൂടുതൽ ലാഭമുണ്ടാക്കാനുള്ള ഒരു ഫേമിൻ്റെ റെപ്യൂട്ടേഷനെ ഒരു വാല്യൂവിലേക്ക് മാറ്റുമ്പോൾ അതിനെ ഗുഡ് വിൽ എന്ന് പറയുന്നു. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിലെ ഗുഡ് വില്ലാണ് നമ്മുടെ ടോപ്പിക്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ട അവസരങ്ങൾ എന്ന് പറയുന്നത് ഫേമിലേക്ക് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ഫേമിൽ നിന്ന് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ, ഫേമിലെ ഒരു പാർട്ട്ണർ മരണപ്പെട്ട് കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, രണ്ടോ അതിലധികമോ ഫേം ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പാർട്ട്ണർഷിപ്പ് ഫേം പിരിച്ചുവിടുകയോ പാർട്ട്ണർഷിപ്പ് ഫേം കമ്പനിക്ക് വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത മെത്തേഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇവയാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ. ആദ്യ മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഫേമിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ പ്രോഫിറ്റ് എടുത്ത് ആ പ്രോഫിറ്റിൻ്റെ ആവറേജ് കണ്ടുപിടിച്ച് ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്. സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സംഖ്യകൾ മൊത്തം കൂട്ടുകയും ആ കൂട്ടിക്കിട്ടിയതിനെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയുമാണ് വേണ്ടത്. So average profit is equal to total profits divided by number of years. ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഫാക്ടറാണ് നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഫേമിൻ്റെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഭാവിയിൽ തുടർന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന വർഷങ്ങളെയാണ് നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എന്ന് പറയുന്നത്. സോ ഗുഡ്വിൽ അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. Calculate the value of goodwill at a 3-year purchase of 5-year average profit. Profits were 20,000, 21,000, 22,000, 25,000, 30,000. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നതിന് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നാം ആദ്യം ഫേമിൻ്റെ 5 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ടോട്ടൽ കാണുന്നു. ടോട്ടൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 20,000 പ്ലസ് 21,000 പ്ലസ് 22,000 പ്ലസ് 25,000 പ്ലസ് 30,000 ഇസ് ഈക്വൽ ടു 1,18,000. പ്രോബ്ലത്തിൽ 5 വർഷത്തെ പ്രോഫിറ്റാണ് തന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 5. നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സും നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. കിട്ടിയ ഫിഗർ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 1,18,000 ഡിവൈഡ് ബൈ 5. ദാറ്റ് മീൻസ് 23,600 ഈസ് ദ ആവറേജ് പ്രോഫിറ്റ്. ഇനി നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കാം. ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു 23,600. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, അത് 3 ആണ്. അങ്ങനെ വരുമ്പോൾ ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു 23,600 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 70,800. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്നും ചെറിയൊരു വേരിയേഷനുള്ള പുതിയൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അറ്റ് 3 years പർച്ചേസ് ഓഫ് 5-year ആവറേജ് പ്രോഫിറ്റ്.
Profits were 2010 loss 40,000, 2011 92,000, 2012 55,000, 2013 70,000, 2014 90,000. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്നും ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത 2010 ലോസ് എന്നതാണ്. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നതിന് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഈ പ്രോബ്ലത്തിൽ ലോസ് ഉള്ളത് കൊണ്ട് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ബാക്കി 4 വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യുകയും അതിൽ നിന്ന് ലോസ് കുറയ്ക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ 92,000 പ്ലസ് 55,000 പ്ലസ് 70,000 പ്ലസ് 90,000 ഇസ് ഈക്വൽ ടു 3,07,000. ആ 3,07,000 നിന്ന് 40,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുക 2,67,000. ആവറേജ് പ്രോഫിറ്റ് കാണാൻ 2,67,000നെ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ടുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടുക 53,400. ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആവറേജ് പ്രോഫിറ്റ് 53,400, നമ്പർ ഓഫ് ഇയർ പർച്ചേസ് 3. സോ ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു 53,400 ഇൻറ്റു 3, ദാറ്റ് മീൻസ് 1,60,200. വാല്യുവേഷൻ ഓഫ് ഗുഡ്വിലെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിന് വ്യത്യസ്തമായി ഓരോ വർഷത്തെ പ്രോഫിറ്റിനും വെയ്റ്റ് കൊടുത്തുകൊണ്ടാണ് ഇതിൽ ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ വർഷത്തെയും പ്രോഫിറ്റിനെ ആ വർഷത്തെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ വർഷത്തെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. തുടർന്ന് മൊത്തം വർഷത്തെ പ്രൊഡക്റ്റിനെ ആഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രൊഡക്ട്സ് ഓഫ് ദി പ്രോഫിറ്റിനെ ടോട്ടൽ വെയ്റ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം പരിചയപ്പെടാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ അറ്റ് 3 ഇയർ പർച്ചേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്സ്. ദ അപ്രോപ്രിയേറ്റ് വെയ്റ്റ് ഫോർ ദ ലാസ്റ്റ് 5 ഇയേഴ്സ് വേർ 1, 2, 3, 4, 5. ദ പ്രോഫിറ്റ്സ് വേർ 2015 12,000, 2016 15,000, 2017 25,000, 2018 30,000, 2019 23,000. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഓരോ വർഷത്തെ പ്രോഫിറ്റിനെയും ആ വർഷത്തെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുന്നു. അതിൽ 4 കോളമാണ് വേണ്ടത്. ഒന്ന് ഇയർ, മറ്റൊന്ന് പ്രോഫിറ്റ്, മറ്റൊന്ന് വെയ്റ്റ്, മറ്റൊന്ന് പ്രൊഡക്റ്റ്. അതിനുശേഷം ഇയർ കോളത്തിൽ ഓരോ വർഷവും എഴുതുന്നു. അതിനുശേഷം പ്രോഫിറ്റ് കോളത്തിൽ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് എഴുതുന്നു. അതിനുശേഷം വെയ്റ്റ് കോളത്തിൽ ഓരോ വർഷത്തെയും വെയ്റ്റ് എഴുതുന്നു. അതിനുശേഷം ഓരോ വർഷത്തെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ വർഷത്തെ പ്രോഫിറ്റിനെ ആ വർഷത്തെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാവുമ്പോൾ 2010ൻ്റെ പ്രൊഡക്റ്റ് 12,000, 2011ൻ്റെ പ്രൊഡക്റ്റ് 30,000, 2012ൻ്റെ പ്രൊഡക്റ്റ് 75,000, 2013ൻ്റെ പ്രൊഡക്റ്റ് 1,20,000, 2014ൻ്റെ പ്രൊഡക്റ്റ് 1,15,000. അതിനുശേഷം പ്രൊഡക്റ്റ് കോളം ടോട്ടൽ ചെയ്യുന്നു. 3,52,000 കിട്ടുന്നു. അതിനുശേഷം വെയ്റ്റ് കോളം ടോട്ടൽ ചെയ്യുന്നു. 15 കിട്ടുന്നു. പ്രൊഡക്റ്റ് കോളവും വെയ്റ്റ് കോളവും ടോട്ടൽ ചെയ്തതിന് ശേഷം വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ദി പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയ്റ്റ്. ഈ പ്രോബ്ലത്തിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 3,52,000 ഡിവൈഡ് ബൈ 15. ആൻസർ ഈസ് 23,466.67. നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഗുഡ്വിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഗുഡ്വിൽ എമൗണ്ട് കിട്ടുക 23,466.67 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 70,400. മെത്തേഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സൂപ്പർ. എന്താണ് സൂപ്പർ? സൂപ്പർ ഈസ് ദ
ഓവർ ആൻഡ് എബവ് ദി നോർമൽ കണ്ടീഷൻ. അപ്പോൾ എന്താണ് സൂപ്പർ പ്രോഫിറ്റ്? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓഫ് എ ഫേം ഓവർ ദി നോർമൽ ഏർണിംഗ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് നോർമൽ ഏർണിംഗ്? ഒരു ഇൻഡസ്ട്രിയിൽ സാധാരണ കിട്ടുന്ന ലാഭം, അതിനെയാണ് നോർമൽ ഏർണിംഗ് എന്ന് പറയുന്നത്. ഒരു ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള നോർമൽ ഏർണിംഗ് ഓർ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ പറയുന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് ഏർണിംഗ്സ് ഡിവൈഡ് ബൈ 100. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ഓർ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഗുഡ്വിൽ അണ്ടർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലെ ഒരു പ്രോബ്ലം നമുക്ക് പരിചയപ്പെടാം. The books of a business showed that the firm's capital employed on December 31st, 2015 rupees 5 lakh and profit for the last 5 years were 2010 rupees 40,000, 2012 rupees 50,000, 2013 rupees 55,000, 2014 rupees 70,000 and 2015 rupees 85,000. You are required to find out the value of goodwill based on 3-year purchase of the super profit of the business given that the normal rate of return is 10%. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അണ്ടർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ്വിൽ is equal to സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് is equal to ആവറേജ് ഓർ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഈ പ്രോബ്ലത്തിൽ ആദ്യം നാം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതേപോലെയുള്ള ഷെഡ്യൂൾ തയ്യാറാക്കുക. 2 കോളം ഇയർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് കോളത്തിൽ നമുക്ക് ഓരോ വർഷത്തെയും പ്രോഫിറ്റ് എഴുതാം. 40,000, 50,000, 55,000, 70,000, 85,000. 5 വർഷത്തെയും പ്രോഫിറ്റ് കിട്ടുന്നത് 3 lakh. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 3 lakh ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 60,000. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നാം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് നോർമൽ പ്രോഫിറ്റാണ്. നമുക്കറിയാം നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഫേമിൻ്റെ ക്യാപിറ്റലിൻ്റെ കൂടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പ്രോഫിറ്റ് കിട്ടും. സോ നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഫേംസ് ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. ഈ പ്രോബ്ലത്തിലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 lakh ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. അങ്ങനെയാണെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് 5 lakh ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 50,000. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അടുത്തതായി സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കിട്ടിയത് 60,000 ആണ്. നോർമൽ പ്രോഫിറ്റ് കിട്ടിയത് 50,000 ആണ്. സോ സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 60,000 മൈനസ് 50,000 ഈസ് ഈക്വൽ ടു 10,000. ഈ പ്രോബ്ലത്തിൽ ഗുഡ്വില്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അണ്ടർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ 10,000 കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പ്രോബ്ലത്തിൽ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് 3 തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 30,000. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലെ മറ്റൊരു പ്രോബ്ലം നമുക്ക് പരിചയപ്പെടാം. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓഫ് എ ഫേം ഈസ് rupees 1 lakh. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 8%. Average profit of the firm is rupees 12,000 and goodwill is estimated at 3 years purchase of super profit. Remuneration to partners is rupees 3,000. Calculate value of goodwill. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഗുഡ്വിൽ is equal to super profit into number of years purchase. ഈ പ്രോബ്ലത്തിൽ ആവറേജ് പ്രോഫിറ്റ് നേരിട്ട് തന്നിട്ടുണ്ട് 12,000. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രോബ്ലത്തിൽ പുതിയൊരു ഐറ്റം തന്നിട്ടുണ്ട്, റെമ്യൂണറേഷൻ 3,000. ആവറേജ് പ്രോഫിറ്റ് 12,000 ഉണ്ടെങ്കിലും 3,000 രൂപ റെമ്യൂണറേഷൻ കൊടുക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,000 മൈനസ് 3,000 ഇസ് ഈക്വൽ ടു 9,000. അതുപോലെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ. ഈ പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് 1 lakh ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ തന്നിരിക്കുന്നത് 8% ആണ്. സോ നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 1 lakh ഇൻറ്റു 8/100 ഇസ് ഈക്വൽ ടു 8,000. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ആക്ച്വൽ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും നാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ സൂപ്പർ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അങ്ങനെയെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് നാം കണ്ടുപിടിച്ചത് 9,000 ആണ്. നോർമൽ പ്രോഫിറ്റ് നാം കണ്ടുപിടിച്ചത് 8,000 ആണ്. സൂപ്പർ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 9,000 മൈനസ് 8,000 ഇസ് ഈക്വൽ ടു 1,000.
Under super profit method, goodwill is equal to super profit into number of year purchase. ഈ പ്രോബ്ലത്തിൽ സൂപ്പർ പ്രോഫിറ്റ് നാം കണ്ടുപിടിച്ചു 1000. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 3. സോ ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 3000. ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്ന മെത്തേഡിൽ 3 മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. 4ാമത്തെ മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. എന്താണ് ക്യാപിറ്റലൈസേഷൻ? പ്രോഫിറ്റൈസേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കലാണ് പ്രോഫിറ്റൈസേഷൻ. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ 1 lakh ആണെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. ഇവിടെ 1 lakh ക്യാപിറ്റലുള്ള നിന്ന് അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 10,000. അതാണ് പ്രോഫിറ്റൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കിയത്. എന്നാൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് പ്രോഫിറ്റ് കൊണ്ട് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നാം നേരത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100 ആണെങ്കിൽ ഇവിടെ പ്രോഫിറ്റിൽ നിന്ന് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് 100 ബൈ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. 100 ബൈ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ 1 lakh കിട്ടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോഫിറ്റൈസേഷൻ്റെ ഓപ്പോസിറ്റാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റലിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടുപിടിക്കലാണ് പ്രോഫിറ്റൈസേഷൻ. പ്രോഫിറ്റ് ഉപയോഗിച്ച് ക്യാപിറ്റൽ കണ്ടുപിടിക്കലാണ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ 2 മെത്തേഡാണ്. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും മറ്റൊന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും 2ാമത്തെ മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റുമാണ്. പക്ഷേ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് ഗുഡ്വിൽ കണ്ടുപിടിക്കാം. സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. അതായത് ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് റിട്ടേൺ. പ്രോബ്ലത്തിൽ നേരിട്ട് സൂപ്പർ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് കണ്ടുപിടിക്കാം. എന്നാൽ സൂപ്പർ പ്രോഫിറ്റ് നേരിട്ട് തരാതെ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും തന്നിട്ടാണ് പ്രോബ്ലമെങ്കിൽ അത് കണ്ടെത്തിയതിന് ശേഷമാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും നേരിട്ട് തരാതെ പ്രോബ്ലമാണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫിഗേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫിഗേഴ്സ് വെച്ച് ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫിഗേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. സൂപ്പർ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് ഗുഡ്വിൽ കണ്ടുപിടിക്കുക. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഒരു പ്രോബ്ലം പരിചയപ്പെടാം. ദ ഫോളോയിങ് റിലേറ്റ് ടു ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ എ ഫേം ഫോർ ദ ലാസ്റ്റ് 4 years. 2010 20,000, 2011 30,000, 2012 60,000, 2013 90,000. The capital employed by firm is rupees 5 lakh and the normal rate of return is 8%. Calculate the goodwill of the firm under capitalization of super profit method. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ പ്രോബ്ലത്തിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫിഗേഴ്സ് തന്നതുകൊണ്ട് തന്നെ ആദ്യം ആവറേജ് പ്രോഫിറ്റും പിന്നീട് നോർമൽ പ്രോഫിറ്റും കണ്ടുപിടിച്ച് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കേണ്ടത്. 4 വർഷത്തെ പ്രോഫിറ്റാണ് തന്നത്. അതുകൊണ്ട് ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 20,000 പ്ലസ് 30,000 പ്ലസ് 60,000 പ്ലസ് 90,000 ഓൾ ഡിവൈഡഡ് ബൈ 4. ആവറേജ് പ്രോഫിറ്റ് കിട്ടുക 2 lakh ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 50,000. അടുത്തതായി നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ എംപ്ലോയിഡും റേറ്റ് ഓഫ് റിട്ടേണും പ്രോബ്ലം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 5 lakh ഇൻറ്റു 8%. 5 lakh ഇൻറ്റു 8 ബൈ 100 ഇസ് ഈക്വൽ ടു 40,000. നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടിയത് 50,000 ആണ്. നോർമൽ പ്രോഫിറ്റ് കിട്ടിയത് 40,000 ആണ്. അതുകൊണ്ട് സൂപ്പർ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 50,000 മൈനസ് 40,000 ഇസ് ഈക്വൽ ടു 10,000. അവസാനമായി ഗുഡ്വിൽ കണ്ടുപിടിക്കണം. ഗുഡ്വിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ റേറ്റ് ഓഫ് റിട്ടേൺ.
നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടിയത് 10,000 ആണ്. അതുകൊണ്ട് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 8 ഇസ് ഈക്വൽ ടു 1,25,000. ഗുഡ്വിൽ കിട്ടുക 1,25,000 ആണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലെ അടുത്ത മെത്തേഡാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്സ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റിനെ നേരിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഗുഡ്വിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുഡ്വിൽ ആവുകയില്ല, മറിച്ച് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മാത്രമേ ആവുകയുള്ളൂ. ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് അസറ്റ് കുറക്കണം. നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ഫേമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റിൽ നിന്ന് ഔട്ട്സൈഡ് ലാബിലിറ്റി കുറച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതിനുശേഷം ഫേമിൻ്റെ നെറ്റ് അസറ്റ് കണ്ടുപിടിക്കുക, ഫേമിൻ്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ടോട്ടൽ അസറ്റിൽ നിന്ന് ഔട്ട്സൈഡ് ലാബിലിറ്റി കുറച്ചിട്ട് അവസാനം ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് അസറ്റ് ഫേമിൻ്റെ ക്യാപിറ്റൽ കുറച്ചിട്ടാണ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം പരിചയപ്പെടാം. എ ബിസിനസ് ഹാസ് ഏൺഡ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ₹1 lakh ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആൻഡ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ എ സിമിലർ ബിസിനസ് ഈസ് 10%. Ascertain the value of goodwill by capitalization average profit method given that the value of net asset of the business is ₹8,20,000. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നെറ്റ് അസറ്റ് കുറച്ചിട്ട് കിട്ടുന്നതാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ആവറേജ് പ്രോഫിറ്റ് 1 lakh ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. അതുകൊണ്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10 ആണ്. അതിൻ്റെ ആൻസർ കിട്ടുക 10 lakh. സാധാരണ നെറ്റ് അസറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഫേമിൻ്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ടോട്ടൽ അസറ്റിൽ നിന്ന് ഔട്ട്സൈഡ് ലാബിലിറ്റി കുറയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നേരിട്ട് നെറ്റ് അസറ്റ് തന്നിരിക്കുകയാണ്. എമൗണ്ട് എന്ന് പറയുന്നത് 8,20,000 ആണ്. ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് 10 lakh ആണ്. നെറ്റ് അസറ്റ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നു 8,20,000. അങ്ങനെ വരുമ്പോൾ ഗുഡ്വിൽ കിട്ടുന്നത് 1,80,000. ഗുഡ്വില്ലിനെ കുറിച്ചും നീഡ് ഫോർ ദ വാല്യൂഷൻ ഓഫ് ഗുഡ്വില്ലിനെ കുറിച്ചും ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്ന വ്യത്യസ്ത മെത്തേഡുകളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.